കറി നോക്കട്ടെ. നെല്ലുകുട്ടിയായിട്ട് പറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹേ ഗായ്സ്, തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അതായത് ബാംഗ്ലൂർ ജീവിതം തീർക്കുന്നതിന് മുമ്പ്, കെട്ടും കിടക്കൊക്കെ എടുത്ത് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു ഫുൾ ഡേ അവളുടെയും ചേട്ടനെയും കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ നേരെ പോയത് അവരുടെ വീട്ടിലോട്ടാണ്. ഇത് അവരുടെ ബെഡ്റൂമാണ്. ഇവിടുത്തെ ഒരു എസ്തെറ്റിക്സ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതാണ് ഞാനത് വീഡിയോ എടുത്തത്. ഞാൻ ചെല്ലുമ്പോഴേക്കും അവൾ എനിക്ക് ചോറും കറിയും ഉപ്പേരിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉരുളക്കിഴങ്ങും അവളെ കൊണ്ട് ഇൻട്രോ പറയിപ്പിക്കാനുള്ള ഒരു പാളിപ്പോയ ശ്രമമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നെക്സസ് മോളിലോട്ട് വിട്ടു. ഇവരുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് ഈ നെക്സസ് മോൾ. ആദ്യം തന്നെ അങ്ങോട്ട് വന്നത് മിനിസോയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹാരി പോട്ടർ സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ചാകരയായിരുന്നു, ചാകര. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വാങ്ങാനൊന്നും പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങിയില്ല. കാരണം വില എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു. നമ്മുടെ കൊക്കിലൊതുങ്ങാവുന്ന പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അത്ര തീരെ അഫോർഡബിൾ അല്ല പറയാം. പക്ഷെ കാണാനൊക്കെ കിഡിലൻ സാധനമായിരുന്നു. ക്വാളിറ്റി വൈസും എനിക്ക് അത്ര കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ നമുക്ക് അതായത് വേണമെന്ന് വിചാരിക്കാവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പില്ലോസ്, സോക്സ്, കുറേ ചാംസ്, ബാഗ്സ്, കപ്പ്, എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ക്വിഡിച്ചിൻ്റെ ബോളൊക്കെ ഇല്ലേ, എല്ലാം ഉണ്ടായിരുന്നു. അതായത് ഒരു ഹാരി പോട്ടർ ഫാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഫിനാൻസ് കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിയില്ല, സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സന്തോഷം വരും കേട്ടോ. ഒരു ഹാരി പോട്ടർ ഫാൻ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞൊന്നും വാങ്ങിയില്ലെങ്കിലും സന്തോഷമൊക്കെ വരും. ഞാൻ എൻ്റെ കാശ് നോക്കിയില്ല കേട്ടോ. എന്താ അത്? പിന്നെ നമ്മൾ നോർമൽ മിനീസോ പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് നോക്കിയായിരുന്നു കേട്ടോ. കുറച്ച് ക്യൂട്ട് സംഭവങ്ങളാണല്ലോ മെയിൻലി ഈ മിനീസോയുടെ പ്രത്യേകത. കുറച്ചൊരു കൊറിയൻ വൈബ്സ് ഒക്കെ തരുന്ന കുറേ പ്രൊഡക്ട്സ് നമുക്ക് കാണാനുണ്ടാവും. നമ്മൾ കുറേയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഐക്കയിൽ കൂടെ പോകാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങാനും ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഐക്കയിൽ പോയിട്ട് നമുക്ക് വിചാരിച്ചതുപോലെ ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി മിനിസോലെ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. നമ്മൾ ആക്ച്വലി ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്ര അഫോർഡബിൾ ആയിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ചർച്ച് സ്ട്രീറ്റിലോട്ടാണ്. നമ്മൾ ഒരുമിച്ച് ചർച്ച് സ്ട്രീറ്റ് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് കാലം കുറേ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ വന്നത് ഈ സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ ഒരു സംഭവം കഴിക്കാനാണ്. ഇത് നമ്മൾ കുറേ റീൽസിലൊക്കെ കണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ്. ഞാൻ ഇവിടെ നമ്മൾ സംസാരിച്ച വീഡിയോസിലെ ഡയലോഗ്സൊക്കെ കട്ട് ചെയ്യാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹിന്ദി പാട്ട് ഓടുന്നുണ്ടായിരുന്നു. ഡയലോഗ്സ് കട്ട് ചെയ്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടി വീഡിയോ പോകും എന്നുള്ളൊരവസ്ഥ ആയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് 3 പേര് ഇത് കഴിച്ചത്. നമുക്ക് 3 പേർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി ഈ ഒരു സ്ട്രോബെറി. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലാണ് ഞാൻ ഈ ഒരു മച്ചാനെ കണ്ടത്. ഞാനിത് റീൽസിൽ മാത്രമേ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഈ ചേച്ചി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഐസ്ക്രീം വാങ്ങിയെടുക്കാനായിട്ട്. നമ്മൾ കുറച്ച് നേരമൊക്കെ അത് കണ്ടിരുന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നു. കാരണം നമുക്കധികം ടൈം കളയാനില്ലല്ലോ. ചർച്ച് സ്ട്രീറ്റിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മൾ ഷോപ്പിംഗ് തുടങ്ങി. നമ്മുടെ കുറച്ചധികം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സസ്, പോസ്റ്റ് കാർഡ്സ്, അങ്ങനെയൊക്കെ. അങ്ങനെ വാങ്ങി നമ്മൾ വീണ്ടും നടത്തം തുടങ്ങിയായിരുന്നു. കാരണം ഇടയിൽ വെച്ച് കാണുന്ന കടകളിലൊക്കെ കയറി നമ്മൾ ഓരോന്ന് നോക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ MG റോഡിൻ്റെ ആ ഒരു ഏരിയയിലുള്ള ആ ഒരു സ്ട്രീറ്റിലോട്ട് എത്തി. ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു പ്രത്യേക ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പമൻകോ ബൈ പാരഗണിലോട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് നല്ല അടിപൊളി കേരള സ്നാക്സ് എല്ലാം കിട്ടും.
ഇതാണ് അപ്പമേൻകോ ബൈ പാരഗൺ. ഇവിടുത്തെ കാപ്പി ആയാലും ചായ ആയാലും എടുത്ത് പറയേണ്ടതാണ്, അത്രയും ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽസ് ആണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അപ്പംസ്, മുട്ട അപ്പം, ചിക്കൻ അപ്പം, മട്ടൻ അപ്പം ഒക്കെ ഉണ്ട്. നമ്മൾ ചിക്കൻ അപ്പമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമുക്കുള്ള അപ്പമാണ് ഈ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉണ്ടാക്കുന്ന ചേട്ടൻ മലയാളിയാണ്, ബാക്കി 2 പേരുള്ളത് ഹിന്ദിക്കാരാണ് ഇവിടെ. അങ്ങനെ നമ്മുടെ അപ്പമൊക്കെ വന്നു, അടിപൊളി അപ്പമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടത്. IPLൻ്റെ ലേലത്തിൻ്റെ ഒരു സംഭവം ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു സ്ക്രീനിൽ. കുറച്ച് നേരമൊക്കെ കണ്ടുവന്നു, പിന്നെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് നെക്സസിലോട്ടാണ് വന്നത്. ഈ ഒരു ഫ്രെയിം എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ക്യൂട്ടു. അങ്ങനെ നമ്മൾ നെക്സസിൽ വന്നിട്ട് കുറച്ച് KFC, പിന്നെ കുറച്ച് ബിരിയാണി, ഹൈദരാബാദി ബിരിയാണിയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സ്പൈസി ആയിട്ടുള്ള ഹൈദരാബാദി ഒരു ചിക്കൻ കറിയും എല്ലാം നമുക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങി, കാരണം ഇന്ന് നമുക്കൊരു ഡേറ്റ് കൂടിയുണ്ട്, കോഫി ഡേറ്റ് വിത്ത് റമീസ് എൻ്റെ കൊളീഗാണ് കേട്ടോ. എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് വർക്കിങ്ങിൽ റമീസ് ലീവായിരുന്നു. സോ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്കൊന്നുകൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡേറ്റിന് വന്നത്. ആക്ച്വലി ബിക്കോസ് ഓഫ് ദിസ് ഡേറ്റ് ഐ ഫെൽ സോ ഹാപ്പി ആൻഡ് സ്പെഷ്യൽ. ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആയിരുന്നു ഈ മൊമെൻറ്റ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഡേറ്റോടു കൂടെ ഇന്നത്തെ പരിപാടികളൊക്കെ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.